പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന തിരുവചനം യെശയ്യാ 29:13. കർത്താവ് അരുളിച്ചെയ്തു, ഈ ജനം വാക്കുകൾ കൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കാണുന്ന കർത്താവ് പറയുകയാണ്, നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. വെറും വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അധരം കൊണ്ട് മാത്രമാണ് നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നാം അധരം കൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ അത് അധര വ്യായാമമായി മാറും. നമ്മുടെ പ്രാർത്ഥനയും സ്തുതിപ്പും ആരാധനയും എല്ലാം ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നാം പലപ്പോഴും വാശിയും വൈരാഗ്യവും കാപട്യവും വഞ്ചനയും എല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതാണ് കർത്താവ് പറയുന്നത്, നമ്മുടെ ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നീ നടക്കുക? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത മാറ്റിയാൽ നീ രക്ഷ പ്രാപിക്കും. നാം നിത്യവും പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ജപമാല ചൊല്ലുന്നവരും എല്ലാം ആകാം. അതെല്ലാം ദൈവത്തോട് നമ്മെ അടുപ്പിക്കണം, ദൈവത്തെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കുകയില്ല. നമ്മുടെ വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. പ്രാർത്ഥനയും ജപമാലയും എല്ലാം ദൈവത്തോട് നമ്മെ അടുപ്പിക്കും. പക്ഷേ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ, കപടനാട്യക്കാരെ, യെശയ്യാ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന തിരുവചനം യേശു നമ്മോട് വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടങ്ങളാണ് യേശുനാഥൻ തൻ്റെ വചനങ്ങളിലൂടെ നാം എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ചത്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട്, നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നവരോട് കരുണ കാണിച്ചുകൊണ്ട്, നമ്മെപ്പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിലെ കാപട്യവും വഞ്ചനയും അനീതിയും നീക്കി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.